അങ്ങനെ കാത്തിരുന്ന് ഒരു വിഷുക്കാലം കൂടെ കഴിഞ്ഞു. എനിക്ക് വിഷു എന്ന് പറയുമ്പോൾ പണ്ടത്തെ വിഷുവാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് അമ്മയൊക്കെ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല. അമ്മയും അനിയനൊക്കെ ഉള്ളപ്പോൾ ആയിരുന്നു കൂടുതൽ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വിഷു അല്ല ആഘോഷങ്ങളൊക്കെ തന്നെ വളരെ കുറവായിട്ടാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ വിഷുവും കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് കേട്ടോ. ഞാനിവിടെ ഒത്തിരി പടക്കങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും എല്ലാം പൊട്ടിച്ച് തീർത്തതും കമ്പിത്തിരി വരെ കത്തിച്ചതും എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ ഈ സന്തോഷം കാണുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അതുകൊണ്ട് വിഷു അങ്ങോട്ട് കളറാക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. പിന്നെ വിഷുക്കാലവും ഓണക്കാലമൊക്കെ വരുമ്പോൾ എൻ്റെ അനിയനെ ഞാൻ നല്ലപോലെ മിസ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് അവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ജീവനാണ്. പിന്നെ പണ്ടത്തെ വിഷു ആയിരുന്നു കേട്ടോ. വിഷു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാത്തിരുന്നൊരു ഡ്രസ്സ് കിട്ടുന്നതും പടക്കങ്ങൾ വാങ്ങുന്നതും റിലേറ്റീവ്സൊക്കെ വീട്ടിൽ വരുന്നതും ഒത്തിരി സന്തോഷമുള്ള കാര്യമായിരുന്നു. കാലം മാറിയപ്പോൾ ഒരുപാട് കാര്യങ്ങളും മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.